പ്രത്യേക മതവിഭാഗത്തെയോ വംശീയ വിഭാഗത്തെയോ കൊന്നൊടുക്കുകയോ ദ്രോഹിക്കുകയോ ലക്ഷ്യമാക്കി നടത്തുന്ന ഹിംസാത്മകമായ കലാപമായിട്ടാണ് ഗുജറാത്ത് കലാപത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2002 ഗുജറാത്തിൽ നടന്ന ഗുജറാത്ത് കലാപത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇന്നത്തെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് സബർമതി എക്സ്പ്രസിനു നേരെയുണ്ടായ അക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കാം. 2002 ഫെബ്രുവരിയിൽ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പൂർണ്ണാഹുതി മഹായജ്ഞം നടന്നു. അതിൽ പങ്കെടുക്കാനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർസേവകന്മാർ ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു. ഇങ്ങനെ ഗുജറാത്തിൽ നിന്നും എത്തിച്ചേർന്ന കർസേവകന്മാർ ഈ മഹായജ്ഞത്തിനു ശേഷം തിരികെ പോകുന്നത് പ്രധാനമായും സബർമതി എക്സ്പ്രസിലാണ്. 2002 ഫെബ്രുവരി 27 രാവിലെ 7:30 ഗുജറാത്തിലെ ഗോധ്ര എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഗോധ്രയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവരിലും ഗോധ്രയിലെ റെയിൽവേ സ്റ്റേഷനിലെ ചെറുകിട കച്ചവടക്കാരിലും ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിലെ ചെറുകിട കച്ചവടക്കാരുടെയും ട്രെയിനിലെ യാത്രക്കാരായ കർസേവകരുടെയും ഇടയിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവുകയും അതു പിന്നെ ചെറിയ വയലൻസിലേക്ക് പോകുകയും ചെയ്തു. അതിനുശേഷം ട്രെയിൻ അവിടെ നിന്നും പുറപ്പെട്ട് സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ പല തവണയായി ചെയിൻ വലിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി ട്രെയിൻ നിർത്തേണ്ടി വരികയും വന്നു. ട്രെയിൻ നിർത്തിയതിൻ്റെ സമീപ പ്രദേശത്തെ ഏകദേശം 2000-ഓളം ആളുകൾ ട്രെയിനിനെ വളയുകയും ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിനിടയിൽ ട്രെയിനിലെ S5, S6 എന്നീ കോച്ചുകളിൽ തീപിടിച്ചു. ഇതിൻ്റെ ഭാഗമായി 22 പുരുഷന്മാരും 27 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടെ 59 പേർ മരണപ്പെട്ടു. ഈ സംഭവത്തെയാണ് 2002 ഗോധ്ര ട്രെയിൻ ബേണിംഗ് എന്നു പറയുന്നത്. ഈ ആക്രമണത്തിനിടയിൽ എങ്ങനെയാണ് ട്രെയിനിലെ 2 കോച്ചുകളിൽ തീപിടുത്തമുണ്ടായതെന്ന് ഇന്നും വ്യക്തമല്ല. എങ്കിലും ഇതിൻ്റെ ഭാഗമായി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് യാദൃച്ഛികമായിട്ടാണ് തീപിടുത്തമുണ്ടായതെന്നാണ്. എന്നാൽ നാനാവതി മെഹ്ത കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരിക്കലും യാദൃച്ഛികമായിട്ടല്ല, വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി കോച്ചുകളിൽ തീയിടുകയായിരുന്നെന്നാണ്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിൽ ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും എല്ലാവരും ശാന്തരായി ഇരിക്കണമെന്നുമുള്ള ആഹ്വാനം മുന്നോട്ടുവെച്ചു. ആ ഒരു സമയത്ത് ശ്രീ നരേന്ദ്രമോദിയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മറ്റു മന്ത്രിമാരും ഈ സംഭവസ്ഥലം ഏകദേശം ഉച്ചയോടുകൂടി സന്ദർശിച്ചു. തുടർന്ന് ഈ മൃതദേഹങ്ങളെല്ലാം അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള നടപടിയിലേക്ക് കടക്കാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ഗോധ്രയിൽ നിന്നും ഏകദേശം 130 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള അഹമ്മദാബാദിലെ സോള ഹോസ്പിറ്റലിൽ തുടർ നടപടികൾ നടന്നു. ഗുജറാത്തിലെ മീഡിയകളെല്ലാം ഈ സംഭവത്തിന് വലിയ രീതിയിലുള്ള പ്രചാരണം കൊടുത്തു. ഇതിനോടൊപ്പം ഗുജറാത്തിലെ പല പ്രധാന നേതാക്കന്മാരും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പല പ്രസ്താവനകളും മുന്നോട്ട് വെച്ചു. അവരിൽ പലരും പറഞ്ഞത് ഇതിനെ ഒരിക്കലും ഒരു ആക്ട് ഓഫ് വയലൻസായി കണക്കാക്കാൻ പറ്റില്ല എന്നും ഇതൊരു ആക്ട് ഓഫ് ടെററിസം ആണെന്നുമാണ്. ഇത് സാധാരണക്കാരിൽ എത്തുകയും തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 28 സംസ്ഥാനത്താകെ ബന്ദിന് പ്രഖ്യാപനവും നടത്തി. ഇതൊരു വലിയ വർഗീയ കലാപത്തിനിടയാക്കി. ഇതിനെയാണ് 2002 ഗുജറാത്ത് കലാപമെന്ന് പറയുന്നത്. ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അഹമ്മദാബാദിനടുത്തുള്ള നരോദയിൽ 2002 ഫെബ്രുവരി 28 നടന്ന സംഭവമാണ് നരോദ പാട്യ കൂട്ടക്കൊല. അഹമ്മദാബാദിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് നരോദ. അവിടേക്ക് 5000-ലധികം പേർ ആയുധമേന്തി വരികയും അവിടെ താമസിച്ചിരുന്ന ആളുകളെ മർദ്ദിക്കുകയും തീയിടുകയും
സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള വലിയ അക്രമ സംഭവങ്ങൾ നടന്നു. അതിൽ ഏകദേശം 97 പേർ മരണപ്പെട്ടു. ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ബാബു ബജ്രംഗി എന്നറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലിനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. 2012 കോടതി ഇയാളെ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കുന്നുണ്ടെങ്കിലും 2012 2016 ഇടയിൽ 14 തവണ ഇയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. 2019 ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ഇയാൾക്ക് പിന്നീടും ജാമ്യം കിട്ടി. നരോദ്യ കൂട്ടക്കൊല പോലെ തന്നെ 2002 ഗുജറാത്ത് കലാപത്തിനിടെ ഫെബ്രുവരി 28 തന്നെ നടന്ന സംഭവമാണ് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന പ്രധാന പ്രദേശമായിരുന്നു ഗുൽബർഗ്. അവിടെയും അക്രമങ്ങൾ നടന്നു. അന്നത്തെ കോൺഗ്രസ് പാർലമെന്റ് അംഗം എഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം മാർച്ച് 1 ഗുജറാത്തിലെ വഡോദരയിൽ ബെസ്റ്റ് ബേക്കറി അക്രമം നടന്നു. ആ ബേക്കറിയിൽ അഭയം തേടിയിരുന്ന 14 പേർ കൊല്ലപ്പെട്ടു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ, സൂറത്ത്, വഡോദര, ഗോധ്ര എന്നീ പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നു. 1044 സാധാരണക്കാരും നിരപരാധികളുമായ ആളുകൾ ഈ ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ അന്വേഷണങ്ങൾ നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടത്തിയത് നാനാവതി മെഹ്ത എന്ന കമ്മീഷനാണ്. 2008 അവർ റിപ്പോർട്ടിന്റെ പാർട്ട് 1 പുറത്തുവിട്ടു. ഈ റിപ്പോർട്ടിൽ ഗോധ്ര ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇതൊരിക്കലും യാദൃച്ഛികമായി നടന്ന സംഭവമല്ല. വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് സബർമതി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായത്. ഈയൊരു സംഭവം നടക്കുന്നതിന് മുന്നത്തെ ദിവസം ഈയൊരു പ്രദേശത്ത് 140 ലിറ്റർ പെട്രോൾ വാങ്ങി ശേഖരിച്ചു വച്ചിരുന്നതിന്റെ തെളിവുകളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. S5, X6 കോച്ചുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെസ്റ്റിബ്യൂൾ തകർത്ത് ഇതിന്റെ ഉള്ളിൽ കയറി മണ്ണെണ്ണ മുക്കിയ തുണികളിൽ തീപിടിപ്പിച്ച് ഇതിന്റെ ഉള്ളിലേക്കിടുകയായിരുന്നു എന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. റിപ്പോർട്ടിനെ തുടർന്ന് 2011 ഫെബ്രുവരിയിൽ കോടതി 31 പേരെ ശിക്ഷിച്ചു. മാത്രമല്ല, നാനാവതി മെഹ്ത കമ്മീഷൻ അവരുടെ ഫൈനൽ റിപ്പോർട്ട് 2012 പുറത്തുവിട്ടു. ഗുജറാത്ത് കലാപത്തെ അടിച്ചമർത്തുന്നതിൽ ഒരു തരത്തിലുമുള്ള വീഴ്ച സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ടായിട്ടില്ല എന്ന് ഇതിൽ പറഞ്ഞു. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ റിപ്പോർട്ടിനെതിരെയും കമ്മീഷനെതിരെയും മുന്നോട്ട് വന്നു. പിന്നീട് നാനാവതി മെഹ്ത റിപ്പോർട്ടിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു. 2004 റിട്ടയർഡ് ജഡ്ജി ഉമേഷ് ചന്ദ്ര ബാനർജിയുടെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മീഷൻ നിയോഗിച്ചു. അതാണ് ബാനർജി കമ്മീഷൻ. യാദൃച്ഛികമായി നടന്ന സംഭവമാണ്. ഇതൊരിക്കലും ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതല്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. നേരത്തെ തന്നെ ഈ കേസിൽ ഒരു അന്വേഷണം നടക്കുന്നതുകൊണ്ട് അതിനു മുകളിലൊരു അന്വേഷണം നടത്തേണ്ടതില്ല എന്നും ഇതിനെതിരെ BJP വലിയൊരു ആരോപണവുമായി വന്നു. കോൺഗ്രസ് അവരുടെ മുഖം രക്ഷിക്കുന്നതിനും BJPയെ പ്രതികളാക്കുന്നതിനും ഇലക്ഷനിൽ വോട്ട് വാങ്ങുന്നതിനും വേണ്ടിയിട്ടുമാണ് ഇത്തരമൊരു കമ്മീഷൻ വെച്ചിരിക്കുന്നതുമെന്ന പല ആരോപണങ്ങളും മുന്നോട്ടുവച്ചു. പിന്നീട് കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ എന്ന അന്വേഷണ സംഘം മുന്നോട്ട് വന്നു. 2003 അവരുടെ റിപ്പോർട്ട് മുന്നോട്ടുവച്ചു. 1000-ഓളം ആളുകളുടെ കപ്പാസിറ്റിയുള്ള ട്രെയിനിൽ 2000-ൽ അധികം ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ കോച്ചുകളിലും യാത്രക്കാർ തിങ്ങി നിറഞ്ഞിരിക്കണം. അതിൽ 59 പേർ തീപിടുത്തത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. അതിനാൽ കർസേവകരല്ലാത്ത ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർസേവകർക്കെതിരെയുള്ള അക്രമമാണെന്ന് എങ്ങനെ പറയുമെന്ന് ഈ റിപ്പോർട്ടിൽ ചോദിച്ചു. അതുപോലെ തന്നെ ട്രെയിനിലുള്ള മുഴുവൻ ആളുകളെ ആക്രമിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ലേ എന്നുള്ള സംശയവും റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്നതിന് നിർണായകമായ തെളിവുകളില്ലാത്തതിനാൽ നിഗമനങ്ങളിലേക്കെത്താൻ സാധിക്കില്ല എന്നും പറഞ്ഞു.
ഗുജറാത്ത് കലാപത്തെ തുടർന്ന് ഏകദേശം 60ഓളം അന്വേഷണങ്ങൾ നടന്നു. പക്ഷേ ഒരിടത്തുനിന്നും ഗോദ്രയിലും ഗുജറാത്ത് കലാപത്തിൻ്റെയും ഭാഗമായി എന്താണ് നടന്നതെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഈയൊരു വാർത്തയും വർഗീയ വിദ്വേഷവും ആളുകളുടെ ഇടയിലേക്ക് ആളിപ്പടർന്നു കഴിഞ്ഞിരുന്നു.